ഇന്ന് കത്ത് വന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. മഞ്ജുളയാണ് കത്ത് അയച്ചിരിക്കുന്നത്. മഞ്ജുള പറഞ്ഞിരിക്കുന്നത്, എനിക്ക് 30 വയസ്സായി, ജോലി, വിവാഹം എന്നിവയെക്കുറിച്ച് അറിയണം. എല്ലാ കാര്യത്തിനും തടസ്സമാണ്. പല ജ്യോത്സ്യന്മാരെയും ഞാൻ കണ്ടു. അവർ പറഞ്ഞ വഴിപാടുകളെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. സമാധാനമില്ല. ഇനി ശത്രുദോഷം വല്ലതും ഉണ്ടോ? വിശദമായി ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് മഞ്ജുള പറഞ്ഞിരിക്കുന്നത്. മഞ്ജുളയ്ക്ക് 30 വയസ്സായി, കല്യാണമായില്ല. വിശാഖം നക്ഷത്രമാണ്. വ്യാഴദശയിലാണ് ജനിച്ചിരിക്കുന്നത്. 9 വയസ്സുവരെ ഗർഭശിഷ്ടം വ്യാഴം കിട്ടി. പിന്നീട് ശനി. 28 വയസ്സുവരെ ശനിദശാകാലവും 28 വയസ്സു മുതൽ 17 കൊല്ലത്തേക്കിന് വളരെ ഉച്ചബലത്തോടും ഉച്ചസ്ഥനായ ശ്രീഭദ്രായോഗ കാരകനായ ബുധദശാകാലമാണ്. കണിശമായിട്ടും നല്ല നിലയിലുള്ള ഒരു വിവാഹബന്ധം ഉടൻ തന്നെ നടക്കുമെന്നാണ് കാണുന്നത്. വിശാഖ നക്ഷത്രം 2025 മെയ്ക്ക് ശേഷം 26 മെയ്ക്കുള്ളിലായി വ്യാഴഗ്രഹത്തിൻ്റെ ചാരവശാലുള്ള ഭാഗ്യത്തിലേക്കുള്ള അഷ്ടമത്തിലേക്കുള്ള പ്രയാണവും ഭാഗ്യത്തിലേക്കുള്ള പ്രയാണവും ഈ 2 നക്ഷത്രക്കാർക്കും ആരംഭ തടസ്സങ്ങൾ ഉണ്ടാക്കി വെക്കുമെങ്കിലും നല്ല നിലയിലുള്ള മംഗല്യഭാഗ്യം, അതുപോലെ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള ഭാഗ്യം, അതുപോലെ വസ്തുവോ വീടോ അധീനതയെ വരാനുള്ള ഭാഗ്യം, പ്രമോഷൻ മുതലായത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം, ഈ വക കാര്യങ്ങളെല്ലാം ആണ്. തടസ്സങ്ങളുടെ ഏറ്റവും അവസാന കാലഘട്ടമാണ് 2025 മെയ് 13 വരെ. എന്നാൽ അത് തീരാറായി. ആ കാലദോഷം തീരുന്നത് കൊണ്ടാണ് ഇപ്പോൾ കത്തയക്കാനും കൂടുതൽ അതിൻ്റെ വിവരങ്ങൾ, നമ്മുടെ കാലം ഇന്നതാണ്, ഇനി എന്നതാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു ദൈവാനുഗ്രഹങ്ങൾ തന്നെ വരുന്നത് സമയങ്ങൾ തെളിയുന്നത് കൊണ്ടാണ്. അഷ്ടമവ്യാഴം മാറി ഭാഗ്യത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന സമയം. വസ്തുഗ്രഹവാഹന കനകവേഷഭൂഷണാദി മംഗല്യാദി യോഗം ഫലം. കണിശമായിട്ടും കല്യാണം നടക്കും. പുതിയ ഉദ്യോഗലബ്ധി ഉണ്ടാവും. ഗ്രഹത്തിൽ അതിഥികൾ വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ വാങ്ങും. വേഷഭൂഷണാദികൾ ഉണ്ടാവും. തീർത്ഥയാത്ര, ഉല്ലാസയാത്ര, മംഗളയാത്ര, മംഗല്യയാത്ര മുതലായതുണ്ടാവും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവും. പൊതുവെ സാമ്പത്തിക ലബ്ധി ഉണ്ടാവും. അപ്രതീക്ഷിതമായി നല്ല നല്ല വാർത്തകൾ ലഭിക്കും. പൊതുവെ നല്ല സമയങ്ങൾ എടുക്കുകയാണ്. പിന്നെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗണപതി ഹോമം, ഭഗവത് സേവ, ത്രികാല പൂജ മുതലായവയൊക്കെ ചെയ്യുക. കാലബലത്തിന് സ്വയംവര പുഷ്പാർച്ചനകൾ ദേവീക്ഷേത്രത്തിൽ നടത്തുക. അതായത് കഴിവതും ഇഷ്ടവരനെ ലഭിക്കുവാനായിട്ട് ഭഗവതിക്ക് ചുമരപ്പട്ട് ദാനം ചെയ്യുകയും അതുപോലെ തന്നെ ചെത്തിപ്പൂ കൊണ്ടുള്ള മാലകൾ, ചെത്തിപ്പൂവ് കൊണ്ട് സ്വയംവര പുഷ്പാർച്ചനകൾ ചെയ്യുക, മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്യുക മുതലായ കാര്യങ്ങളെല്ലാം പിറന്നാൾ ദിവസമോ പക്കപ്പിറന്നാൾ ദിവസമോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളായിട്ട് ഒക്കെ ചെയ്യുക. അടുത്ത ഏതാനും മാസങ്ങൾ ഉള്ളിലായിട്ട് കല്യാണ നിശ്ചയമൊക്കെ ആയി, കല്യാണമൊക്കെ തീരുമാനിച്ചു, പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ ലഭിച്ചു, തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ഭാഗ്യലബ്ധി കണ്ടുവരുന്നു എന്ന് കാണിച്ച് വീണ്ടും ദേവാഗമത്തിലോട്ട് കത്തെഴുതാൻ ഇടയാവും.